ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും അതീവ ജാഗ്രത. 5 ജില്ലകളിലും പുതുച്ചേരി കാരക്കൽ മേഖലയിലും റെഡ് അലർട്ടാണ്. നാളെ പുലർച്ചെ ഡിറ്റ്വ തീരം തൊടും. ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മരണം 100 കടന്നു. മനേഷ് മൂർത്തി പട്ടണപ്പാക്കം ബീച്ചിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് തമിഴ്നാട്ടിലെ തീരമേഖലയിൽ മഴ ലഭിക്കുന്നു എന്ന വിവരമാണ് മുമ്പ് ലഭിച്ചത്. ഒപ്പം ശ്രീലങ്കയിലെ സാഹചര്യം, ഇന്ത്യ കൂടുതൽ സഹായം അയക്കുന്നു, വിവരങ്ങൾ. ഗോകുൽ, ഞാനിപ്പോൾ ഉള്ളത് പട്ടണപ്പാക്കത്താണ്. ചെന്നൈ പട്ടണപ്പാക്കം ബീച്ചിലാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കൂ. കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റമുണ്ടാകുന്നു. വലിയ തിരമാലകളാണ് അടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ, അതായത് നമുക്ക് ഉച്ചയ്ക്ക് വന്ന അപ്ഡേറ്റ് പ്രകാരം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അപ്ഡേറ്റ് പ്രകാരം വേദാരണ്യം, അതായത് നാഗപട്ടണം ജില്ലയിലെ വേദാരണ്യം തീരത്ത് നിന്ന് 140 കിലോമീറ്റർ അകലെ മാത്രമാണ് നിലവിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റുള്ളത്. ചെന്നൈ തീരത്ത് നിന്ന് 380 കിലോമീറ്ററാണ് അകലം പറയുന്നത്. ആ രീതിയിൽ അടുത്തുകൊണ്ടിരിക്കുന്നു കാറ്റ് എന്നുള്ളതാണ്. നാളെ പുലർച്ചെ 30-ാം തീയതി പുലർച്ചെ എന്തായാലും കാറ്റ് തീരം തൊടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിവരം. മറ്റിടങ്ങളിൽ, അതായത് നിലവിൽ 4 ജില്ലകളിലായിരുന്നു ആദ്യം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ 8 ജില്ലകളിലേക്ക്, 5 ജില്ലകളിലേക്ക് മാറ്റിയിരിക്കുന്നു. 14 ജില്ലകളാണ് ആദ്യം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതിപ്പോൾ 13 ജില്ലകളിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ അലർട്ടുകൾ മാറി മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. റെഡ് അലർട്ട് ഒരു ജില്ലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുക. ആ രീതിയിൽ ഇപ്പോൾ ഒന്ന് ശക്തമായ മഴ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ചെന്നൈയിലും ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. രാവിലെ മുതൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു, ഇടയ്ക്ക് മഴ പെയ്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ മഴ ആരംഭിച്ചിരിക്കുന്നു. ചെന്നൈ പട്ടണപ്പാക്കം ബീച്ചിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ നൽകാൻ സാധിക്കുന്നത്. കാരണം പൂർണ്ണമായും തന്നെ മഞ്ഞിറങ്ങിയ ഒരവസ്ഥയിലാണ് ഈ ബീച്ചും പരിസരവും എല്ലാം തന്നെ ഉള്ളത്. ആ തരത്തിലേക്ക് കാലാവസ്ഥ മാറുന്നു. വൈകിട്ടാവുന്നതോടുകൂടി, അതായത് കാറ്റ് തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാകുമ്പോഴേക്കും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീലങ്കയിലേക്ക് പോയാൽ, ശ്രീലങ്കയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം 130 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 150ഓളം പേരെ അവിടെ കാണുന്നില്ല. 2 ലക്ഷത്തോളം വരുന്ന വലിയ ജനതയാണ് അവിടെ ഈ ഒരു ദുരന്തം, ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള മണ്ണിടിച്ചിലുണ്ട് ദുരന്തം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പലയിടത്തും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബസ്സിൽ കുടുങ്ങിയ 68 പേരെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, സേന എത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും സേന ഏകദേശം കഴിഞ്ഞൊരു കുറേ മണിക്കൂറുകളായി വലിയ തോതിലുള്ള പ്രവർത്തനം അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ 20 ജില്ലകളിലേക്ക് എല്ലായിടത്തേക്കും എത്തിച്ചേരാൻ ഇപ്പോഴും സേനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ സഹായം അവിടെ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട്. 2 കപ്പലുകൾ, INS-ന്റെ 2 കപ്പലുകൾ അവിടെ എത്തി റിലീഫ് മെറ്റീരിയൽ എല്ലാം തന്നെ വിതരണം ചെയ്തു. മാത്രമല്ല ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനും അവിടെ എന്തായാലും ഇന്ത്യ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സഹായം ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നു. പക്ഷേ പലയിടങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം. കൊളംബോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രശ്നം നേരിടുന്നു. കൊളംബോ തുറമുഖം അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് എന്തായാലും അപ്പോൾ അവിടെ അത്ര അധികം വിനാശകരമായി തന്നെയാണ് ഡിറ്റ്വ അവിടെ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും പുതുച്ചേരിയിലുമൊക്കെ അതിജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ജാഗ്രത പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ, മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. 14 NDRF സംഘങ്ങളാണ് തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ സേവനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. SDRF-ന്റെ സംഘം എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമാണ്. പക്ഷേ ഏത് രീതിയിലായിരിക്കും ലാൻഡ്ഫാൾ എന്നുള്ളത്, എത്ര വേഗം, അതായത് 60 മുതൽ 90 കിലോമീറ്ററാണ് വേഗം പറയുന്നത്. കൃത്യമായ സമയം ഇപ്പോഴുമില്ല. 30-ാം തീയതി പുലർച്ചെ എന്നുള്ളൊരു സമയമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ വേദാരണ്യത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയാണ് കാറ്റുള്ളത്. നിലവിൽ തമിഴ്നാട്ടിൽ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയോ തീരമേഖലയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമോ അതിനുള്ള മുന്നൊരുക്കങ്ങളോ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അത്ര ശക്തമായൊരു കാറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗോകുൽ, ചെന്നൈയിൽ മാത്രം ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ചെന്നൈയിൽ കടലോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. ഫ്ലാറ്റുകളിലല്ലാണ്ട് സാധാരണ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അതിന് കൃത്യമായ റവന്യൂ വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട കലക്ടർമാർക്കൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. നാഗപട്ടണം പോലുള്ള മേഖലകൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴയുണ്ട്. നാഗപട്ടണം പോലുള്ള മേഖലകൾ, അതുപോലെ കടലൂർ, നാഗപട്ടണം
പട്ടണം, മയിലാടുതുറ പോലുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥ നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊപ്പം ഈ ഡിറ്റുവ ചുഴലിക്കാറ്റ് കൂടി എത്തുമ്പോൾ സ്ഥിതി ഭീതിജനകമാണ് എന്ന് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടിയാണ് എന്തായാലും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ, എല്ലായിടങ്ങളും, അതായത് ഈ തീരദേശ മേഖലയിലെ എല്ലായിടങ്ങളിലും തന്നെ സുരക്ഷിത സ്ഥാനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ടോട് കൂടിയും പരമാവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ആശുപത്രികളിലെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും എപ്പോഴും 24 മണിക്കൂറും വേണം. എല്ലാ വകുപ്പും ഒരുമിച്ച് സജ്ജരാകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ സജ്ജരായി തന്നെയാണ് തമിഴ്നാട് ഇരിക്കുന്നത്. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ലാൻഡ്ഫാൾ എന്നുള്ളത് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് 60 മുതൽ 90 കിലോമീറ്റർ വേഗത്തിലായിരിക്കും. 30-ാം തീയതി പുലർച്ചെയായിരിക്കും അത് തമിഴ്നാടിന്റെ വടക്കൻ തീരം, പുതുച്ചേരി ആ ഒരു തീരത്ത്, ആ ഒരു ഇടത്തായിരിക്കും അതിന്റെ ലാൻഡ്ഫാൾ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള മാറ്റം എന്തായാലും നമുക്ക് ദൃശ്യമാണ് ഇവിടെ. കാരണം മഞ്ഞിറങ്ങിയ പോലെ ഉള്ള ഒരു സ്ഥിതിയാണ് നിലവിൽ ഈ പറഞ്ഞ നമ്മൾ നിൽക്കുന്ന ഈ പട്ടണപ്പാക്കം ബീച്ച് എന്ന് പറയുന്നത്. വലിയ തിരമാലകളാണ് അടിക്കുന്നത്. ഓരോ തീരദേശ മേഖലയിലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകൾ നൽകിയിരുന്നു. അതായത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉയർന്ന തിരമാല, ഇടവിട്ട് ശക്തമായ മഴയുമുണ്ട് ഇപ്പോൾ തന്നെ ചെന്നൈയിൽ. നാളെ പുലർച്ചയോടുകൂടി ഡിറ്റുവ തമിഴ്നാട് തീരത്തേക്ക് എത്തും, തീരം തൊടും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.